തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 25 വർഷം കഠിന തടവും 4,10,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം സ്വദേശി പ്രശാന്തിനെയാണ് കോടതി ശിക്ഷിച്ചത്. കോട്ടയം ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി ഓടയും രണ്ടാം ഘട്ടമായി കലുങ്കും പുനർനിർമ്മിക്കും. ജനറൽ ആശുപത്രിയിൽ നിന്നും MC റോഡ് ഭാഗത്തേക്കാണ് ഓട നിർമ്മിക്കുക. കേരള വിഷൻ സോളാർ ഹോം പദ്ധതിയുടെ മേഖലാ ഉദ്ഘാടനം തൃശൂർ മാളയിൽ നടന്നു. COA ജില്ലാ സെക്രട്ടറി ആന്റണി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആര്യനാട് സ്ത്രീകളുടെ കലാ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IAS ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വർക്കല ഗുരുകുലം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. സ്വകാര്യ വ്യക്തിയുടെ റോഡ് പണിക്ക് കൊണ്ടുവന്ന മെഷീനുകളിൽ തട്ടാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പരിക്കേറ്റവരെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിൽ സ്ത്രീകളുടെ കലാ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. അഗ്നിച്ചിറകുകൾ 2024 എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IAS ഉദ്ഘാടനം ചെയ്തു.